പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യത്തെക്കുറിച്ച്, മയക്കുമരുന്നിനെ കുറിച്ച്, ലഹരിയെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് 2-3 ശക്തമായ പ്രയോഗങ്ങൾ നടത്തി. ചിന്തനീയമായ പ്രയോഗങ്ങളാണ്, ആലോചന നിമഗ്നരായി പോകുന്ന പ്രയോഗങ്ങളാണ്. അതിലൊന്നെന്താ പറഞ്ഞെന്നറിയോ? അൽ ഖംറ എന്ന് പറഞ്ഞാൽ ലഹരി ഉണ്ടാക്കുന്ന ഏത് കാര്യത്തിനും അൽ ഖംറ എന്ന അറബിയിൽ പറയാം. കള്ളാവാം, കഞ്ചാവാകാം, മയക്കുമരുന്നാകാം, MDMA ആകാം, ഏത് തരത്തിലുള്ളതുമാകാം. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുൽ ഖബായിസ്, ഉമ്മുൽ ഖബായിസ്, അത് സർവ്വ വൃത്തികേടുകളുടെയും നീചവൃത്തികേടുകളുടെയും അതുപോലെ തന്നെ നീചത്വത്തിന്റെയും തോന്നിവാസങ്ങളുടെയും മാതാവാണ് ഈ ലഹരി എന്ന് പറയുന്നത്. ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്ന് ലഹരി അടിച്ച്, മയക്കുമരുന്നടിച്ച്, കഞ്ചാവടിച്ച്, MDMA അടിച്ച് സ്വന്തം മാതാവിനെ കുത്തിക്കൊല്ലുന്നത് കണ്ടിട്ട് പറഞ്ഞതല്ല. അല്ല, തന്റെ സഹപാഠികൾ ഒരേ ബെഞ്ചിലിരിക്കുന്ന കുട്ടിയെ ബോധമില്ലാതെ അവന്റെ നെഞ്ചത്ത് കല്ലെടുത്ത് കുത്തുന്നു, അവന്റെ തലടിച്ച് പൊട്ടിക്കുന്നു. അല്ലേ, ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് ഒരു ട്യൂഷൻ സെന്റർ ഇപ്പുറത്തൊരു ട്യൂഷൻ സെന്ററുമായി ഉണ്ടാകുന്ന അടിയിൽ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമളാനിന്റെ 1ാമത്തെ ദിവസമാണ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയുടെ അടുത്ത് ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നത്. അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഈ പുതിയ 2025 ലോകത്തല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത്. സർവവൃത്തികേടുകളുടെയും തോന്നിവാസങ്ങളുടെയും മാതാവാണ് ഈ ലഹരി എന്ന് പറയുന്നത്, മദ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തൊട്ടുപോകരുത് എന്ന് പറയുമ്പോൾ കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ ഈ പറയുന്നത്.